ജിൻജു ജോസഫ്. ശ്രീ ജിൻജു ജോസഫ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ജിൻജു ജോസഫ് ഉണ്ട്. എന്താണ് താങ്കൾ ഇപ്പോൾ കാശ്മീരിൽ എവിടെയാണ് സർ? ഞങ്ങളിപ്പോ കാശ്മീരിലെ ശ്രീനഗറിലാണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള സാഹചര്യം? എത്ര ദിവസമായി അവിടെ എത്തിയിട്ട്? ഞങ്ങൾ മിനിഞ്ഞാന്ന് രാത്രിയാണ് ശ്രീനഗറിൽ എത്തിയത്. ഇന്നലെ രാവിലെ പഹൽഗാമിലേക്ക് പോയി. ഒരു 12 മണിയോടെ ഞങ്ങൾ പഹൽഗാമിൽ എത്തുന്നത്. പഹൽഗാമിൽ എത്തി ഞങ്ങൾ ഈ ബൈസൺ വാലിയിലേക്കുള്ള കുതിരപ്പുറത്തുള്ള സവാരിക്ക് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു 3 മണിക്കൂർ എടുക്കും പോയി തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 12:30 കയറാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ച് തിരിച്ച് 2 മണിക്ക് വന്നപ്പോഴാണ് ഈ അപകടത്തെ കുറിച്ച് ഈ വലിയ തോതിലല്ല അറിയുന്നത്. ചെറിയ തോതിൽ അവിടെ വെടിവെപ്പ് നടന്നു എന്ന രീതിയിൽ അറിയിപ്പ് കിട്ടിയത്. അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 12:30 അവിടെ എത്തുന്ന സമയത്ത് ധാരാളം ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ധാരാളം ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു കുതിരപ്പുറത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 12 വരെ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ 2 മണിക്കുള്ളിൽ 2 മണിക്ക് ശേഷം ആ സമയത്താണ് വെടിവെപ്പ് ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ ഒരുപക്ഷെ 12:30 അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങളും അവിടെ പെട്ടേനെ. ശരി. ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വന്നുകൊണ്ട് മാത്രം അതൊരു വലിയ ആശ്വാസമാണ്. അതെ 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 അതെ. ഞങ്ങൾ 27 പേരുള്ള സംഘമാണ്. 27 പേരല്ലേ? അതെ, മലയാളികളാണ് എല്ലാവരും. ഒരുപാട് മലയാളികൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ വേറെ ഗ്രൂപ്പുകാരുടെ ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം മലയാളികളാണ്. അവർ ഇന്നലെ രാത്രി എത്തിയ ആളുകളാണ്. എല്ലാവരും മലയാളികളാണ്. ധാരാളം ആളുകൾ മലയാളികൾ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഇതുവരെ ആരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? ഇപ്പൊ ശ്രീനഗറിലേക്ക് തിരിച്ചു വന്നു അല്ലേ? ശ്രീനഗറിലേക്ക് ഇന്നലെ വൈകുന്നേരം തിരിച്ചു വന്നു. രാത്രിയോടുകൂടി ഞങ്ങൾ ശ്രീനഗറിലെത്തി. ഹോട്ടലിലാണ്. അപ്പൊ ഇനിയിപ്പോ പുറത്തിറങ്ങാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല തൽക്കാലം. ഇവിടെ ഹർത്താലാണെന്ന് പറയുന്നത്. ഇവർക്ക് വലിയ നിർദ്ദേശമൊന്നുമില്ല. ഹോട്ടലുകാർക്കും വലിയ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ടൂർ മാനേജറെ കോൺടാക്ട് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇവിടെ ഹർത്താലാണ് എന്ന രീതിയിൽ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഏക വഴി. അതായത് ഈ ഭക്ഷണം കഴിക്കാൻ പോയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങളും അകപ്പെടേണ്ടവരാണ്? തീർച്ചയായിട്ടും. ഞങ്ങൾ 12 മണിക്ക് തന്നെ കയറി. ഞങ്ങൾ 3/4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയാണ്. ബൈസൺ വാലി എത്തിയാണ്. അങ്ങനെയാണെങ്കിൽ അപകടത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാറുമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾ ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിന്നെ ഡിലേ ആവുകയുണ്ടായി ഞങ്ങൾക്ക്. നിങ്ങൾ ഇന്ന് പ്രദേശത്ത് നിന്നൊരു 3/4 മണിക്കൂർ കുതിരപ്പുറത്താണ് യാത്ര അല്ലേ? അതെ അതെ. ഇന്നലെ 3/4 മണിക്കൂർ കുതിരപ്പുറത്ത് കയറണം. അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. തിരിച്ച് 3/4 മണിക്കൂർ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 3 മണിക്കൂർ സമയം. അപ്പൊ 12:00 ഞങ്ങൾ പോയി വെച്ചാൽ ഞങ്ങൾ തിരിച്ചെത്തും 3 മണിക്ക് ശേഷമായിരിക്കും. അപ്പൊ ഭക്ഷണത്തിന് ഡിലേ ആവും. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് തിരിച്ച് ഞങ്ങൾ 2 മണിക്ക് വീണ്ടും അതേ ബൈസൺ വാലിയിലേക്ക് എത്തി. ബൈസൺ വാലിക്കല്ല, സോറി, പഹൽഗാം ബേസിലേക്ക് എത്തി. ഏതായാലും ഈ നമ്മളിപ്പോൾ പുറത്ത് മനസ്സിലാക്കുന്ന കൂടുതൽ വിമാന സർവീസുകളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ അവിടെ ഇങ്ങനെ. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ല, മറ്റു ഗ്രൂപ്പുകാരൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങൾ ടൂർ ഓപ്പറേറ്റർ എല്ലാം തന്നെ ടിക്കറ്റ് പ്രീപോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഫ്ലൈറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും. എത്രയും പെട്ടെന്ന് അത് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജിൻജു ജോസ്. അദ്ദേഹം അവിടെ 27 അംഗ മലയാളി സംഘത്തിനൊപ്പം പോയ ഒരു സഞ്ചാരിയാണ്, വിനോദസഞ്ചാരിയാണ് അദ്ദേഹം. അവർ അല്പം ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം അല്ലെങ്കിൽ അവർ ആ പ്രദേശത്തെ ഈ സമയത്ത് ഉണ്ടാകേണ്ട ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അനവധി ആളുകൾ ടൂറുകൾ ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനിയിപ്പോൾ അവിടെ അത്യാവശ്യം വളരെ പെട്ടെന്ന് കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അല്പമൊന്ന് പ്രയാസപ്പെടും, അല്പസമയമൊക്കെ എടുക്കും. കാരണം കഴിഞ്ഞ 10-15 വർഷമായി സമാധാനപൂർണ്ണമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. വളരെ പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത്. അത് ദീർഘനാളത്തെ ആസൂത്രണത്തിൻ്റെ ഫലമായി നമ്മുടെ ശത്രുരാജ്യം തന്നെ ചെയ്ത ചില പ്രവർത്തികളുടെ ഫലമായി തന്നെയാണ് ഇത്തരം സംഭവങ്ങളുടെ കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിലാണ് അതിർത്തിയിലും മറ്റും വെടിയൊച്ചകൾ കേൾക്കുന്നത്. അവിടെ സീസ് ഫയർ, ഈ പറഞ്ഞതുപോലെ കരാറൊക്കെ ലംഘിച്ചുള്ള ഒച്ചകൾ അവിടെ കേൾക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ
ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തായാലും അശാന്തി അവിടെ പടരുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ സംഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അല്പസമയത്തിനകം ഉന്നത മന്ത്രിസഭാ യോഗം ചേരും. കുറച്ചുകൂടി കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷമാകും തുടർ നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ടി സൈത്ത് തുടരുന്നുണ്ട്. സൈത്ത്, പ്രത്യേക സുരക്ഷാ യോഗം ഇതിനകം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി വന്നിറങ്ങിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം പ്രത്യേക യോഗം കൂടി അജിത് ഡോവലിനെ അടക്കം കണ്ടു കഴിഞ്ഞു. ഇനി മന്ത്രിസഭാ യോഗം ചേരുക എന്നുള്ള, പ്രതിരോധ മന്ത്രിയെ അടക്കം കാണുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്ത് നടപടികൾ പ്രതീക്ഷിക്കണം നമ്മൾ ഉടൻ തന്നെ? 11 മണിയോടുകൂടി സുരക്ഷാ സമിതി യോഗം ചേരും. 11 മണിക്ക് തന്നെ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. നിലവിൽ അവിടെ സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി, ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, എയർപോർട്ടിൽ സൗദിയിൽ നിന്നും ഇറങ്ങിയെത്തിയ പ്രധാനമന്ത്രിക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ഏകദേശ രൂപം പങ്കുവെച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് അവിടെ നടത്താൻ പോകുന്ന നീക്കങ്ങൾ സംബന്ധിച്ച തുടർ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയുണ്ടാകും. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമാവുന്നത്, നമുക്കറിയാം, കാശ്മീരിൻ്റെ ഭരണ സംവിധാനത്തിൽ കാലോചിതമായ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം അവിടെ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് സ്വയംഭരണാവകാശം ഇല്ലായിരുന്ന സംസ്ഥാനത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച അത്തരം വിലയിരുത്തൽ കൂടി ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി വേണം നടക്കാൻ. ഒപ്പം തന്നെ മറ്റ് അതിർത്തികളിലും കൂടുതൽ സുരക്ഷ ശക്തമാക്കുക പോലെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഭീകര സംഭവത്തിന് പിന്നാലെ തന്നെ അതിർത്തിയിൽ നിന്നും മറ്റു ചില സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ അവിടെ വെടിനിർത്തൽ ലംഘനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതാണ് പഹൽഗാം രാജ്യത്തിൻ്റെ ദുഃഖമായി മാറുന്നു. ഇനിയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിരവധി, പ്രത്യേകിച്ചും ഈ ഒരു അവധിക്കാലമാണ്, ഒരുപാട് വിനോദസഞ്ചാരികൾ കശ്മീർ ലക്ഷ്യമാക്കി. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ റിപ്പോർട്ടിലനുസരിച്ച് 2.5 കോടി ആളുകളൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങൾക്കകത്ത്, ഇത്രയും നാളുകൾക്കകത്ത് കശ്മീരിൽ എത്തിയ ഒരു കണക്ക് എന്ന് പറയുന്നത്. വീണ്ടും ഒരുപാട് ബുക്കിങ്ങുകളൊക്കെ ടൂറിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് കശ്മീരിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അത്തരത്തിലുള്ള നിരവധി ടൂറിസ്റ്റ് സംഘങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പലരും ഇനിയും ടൂറുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കശ്മീർ താഴ്വരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ മേഖലയിൽ, ടൂറിസം മേഖലയിലും മറ്റും ഉണ്ടാകും. കശ്മീർ ഒന്ന് സമാധാനത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അത്ര മനോഹരമായ ഈ പ്രദേശം, പഹൽഗാമിലൊക്കെ എത്തിയ ആളുകൾ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലം, കുതിരപ്പുറത്ത് അല്ലെങ്കിൽ കാൽനടയായി മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രദേശം, മനോഹരമായ ഒരു താഴ്വര, കാണാനും സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ നിരവധി സ്ഥലങ്ങളുണ്ട് ആ മേഖലയിൽ. എല്ലാവരും കശ്മീരിലെത്തുന്നവരെല്ലാം സ്വാഭാവികമായും ഈ സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് മടങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ നിരവധി പങ്കുവെക്കാനുള്ള ഒരുപാട് മലയാളികൾ കൂടി ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്ഥലത്താണ് ഇത്ര വലിയ ഒരു ഭീകരാക്രമണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇവിടെ സാധാരണ നിലയിലേക്ക് ഇവിടം എത്തേണ്ടതുണ്ട്, മടങ്ങിയെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകും. അതിനു മുൻപ് ഈ ആക്രമണം വെറുതെ വിട്ടുകൂടാ. സ്വാഭാവികമായി